ആദ്യമായി എല്ലാവർക്കും നന്ദി. നിങ്ങളേവരും ഞങ്ങൾ അവതരിപ്പിക്കുന്ന സൂപ്പർ സിംഗർ എന്ന ഈ സംഗീത പരിപാടി മ്യൂസിക് റിയാലിറ്റി ഷോ കാണണം, കണ്ട് എന്നെയും എൻ്റെ ടീമിനെയും പ്രോത്സാഹിപ്പിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എൻ്റെ പേര് സത്യൻ എന്നാണ്. ഇടവട്ടി ഗ്രാമപഞ്ചായത്തിലെ ശാസ്താംപാറ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. മുതലക്കോടം സെൻറ്റ് ജോർജ് പുരാണ പള്ളിയാണ് എൻ്റെ ഇടവകപ്പള്ളി. കഴിഞ്ഞ 23 വർഷക്കാലം സംഗീത രംഗത്ത്, ഗാനമേള രംഗത്തും ചർച്ച് കോർ രംഗത്തും ഞാൻ സജീവമായിരുന്നു. ഞാൻ ശരിക്കും മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സ്, കൊച്ചിൻ സോളോ, കൊച്ചിൻ ബീച്ചേഴ്സ്, കൊച്ചിൻ ക്ലാസ്, തിരുവല്ല സർക്കാർ ഓർക്കസ്ട്ര, പാല മൂൺലൈറ്റ്, മൂവാറ്റുപുഴ ഈണം, തുറവൂർ ഗസൽ എന്നീ ഗാനമേള സമിതികളിൽ ഗായകനായിരുന്നു. മുതൽക്കോടത്ത് സ്കൂളിൽ പഠനകാലം കഴിഞ്ഞ് മൂവാറ്റുപുഴ നെൽമല കോളേജ്, തുറവൂർ ന്യൂമാൻ കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുറവൂർ സെൻറ്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂൾ, തുറവൂർ ഡീപോൾ പബ്ലിക് സ്കൂൾ, കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ എന്നിവിടങ്ങളിൽ ഞാൻ സംഗീതം പഠിപ്പിച്ചു. മുതൽക്കോടം പള്ളി ഉൾപ്പെടെ കോതമംഗല രൂപതയിലെ എല്ലാ പള്ളികളിലും ചാച്ചുകനായി ഞാൻ പാടിയിട്ടുണ്ട്. അതുപോലെ കോട്ടയം രൂപതയിലെ എല്ലാ പള്ളികളിലും കോയറിനായും എളിയ ഗാനമേളയ്ക്ക് ഞാൻ പാടിയിരുന്നു. പാലാ രൂപതയിലും ഞാൻ പാടിയിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സംഗീത പരിപാടി ഇവിടെ നടത്തുവാൻ എനിക്ക് മാർഗം പറഞ്ഞെന്ന VBC കേബിളിൻ്റെ ഡയറക്ടർ ഏറ്റവും ബഹുമാനപ്പെട്ട സാബു ദേശർ സാറിന് ആദ്യമായി നന്ദി. ദയാഭരൻ എന്ന ക്രിസ്തീയ ഭക്തിഗാന കാസറ്റിലും ആലിലക്കണ്ണൻ എന്ന തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ കാസറ്റിലും ഞാൻ പാടിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിലുള്ള പുളിയാമ്പള്ളി നമ്പുരച്ചൻ എന്ന ഹിന്ദു ഭക്തിഗാന കാസറ്റിലും പാടിയിരുന്നു. പക്ഷേ എൻ്റെ ഈ സംഗീതയാത്രയെ തകർത്തു കഴിഞ്ഞുകൊണ്ട് 2009 കരുവണ്ണൂർ പള്ളിയിൽ ഒരു കൊയറിന് പങ്കെടുത്ത് ഒഴുവൂർ എന്ന സ്ഥലത്ത് ഒരു ഗാനോട് പങ്കെടുക്കാനായി ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് അവിചാരിതമായ ഒരു അപകടം ഉണ്ടായി. അപകടം എന്നാൽ ചെറുതായിരുന്നില്ല. ഞാൻ ബൈക്കിൽ വീണ്ടും കിടക്കുന്നവരെ എന്നെ കണ്ടപ്പോൾ കൊല്ലപ്പള്ളി എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം ഉണ്ടായത്. അവരാദ്യം എന്നെ പ്രവർത്തനത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ ഇത് അല്പം സീരിയസ് ആണ്. അതുകൊണ്ട് കോട്ടയം തലത്ത് പ്രവർത്തിക്കുന്ന മാധവ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുവന്നാക്കി. എന്നെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയാണ്. ഞാൻ പോലായിരുന്നില്ല, ഇത് അല്പം സീരിയസ് ആണ്. 72 മാർക്കിനാണ് ഡോക്ടർ ആയുസ് പറഞ്ഞത്. ഏകദേശം ഒരു 1.5 മാസക്കാലത്തോളം ഞാൻ ICU യൂണിറ്റിൽ ചികിത്സയിലായിരുന്നു. അവിടുത്തെ ശേഷം എനിക്ക് തലക്കേറ്റ ശബ്ദമായതുകൊണ്ട് പാട്ടുകൾ കൃത്യമായിട്ട് പാടാനോ സാങ്കേതിക തടസ്സം കാരണം പാടാൻ എനിക്ക് സാധിക്കുന്നില്ല.
അല്പം വൈകല്യമുണ്ട്, സത്യം പറയാമല്ലോ. എന്തൊക്കെയായിരുന്നാലും പ്രതിമാസം 1000 രൂപയുടെ മരുന്നാണ് ഞാൻ കഴിക്കുന്നത്. 7 വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും കഴിക്കുന്നു. തുടർ ഹൈനസ് വോയിസ് എന്ന പേരിൽ ഒരു സംഘ സമിതി ഞാൻ നടത്തുന്നു. ഗാനമേളയും ചർച്ചകളും പിടിച്ച് നടത്തുന്നു. എനിക്ക് ഭാര്യയും 10 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ഭാര്യയുടെ തുച്ഛമായ ശമ്പളം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ വീടിനടുത്ത് ഒരു ചെറിയ കട നടത്തുന്നു. സംഗീതാഭിരുചിയുള്ള കുട്ടികളെ ഇത്തരത്തിലുള്ള സംഗീത പരിപാടിയിലൂടെ വളർത്തിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരിപാടി നടത്തുവാൻ ഞാൻ തീരുമാനിച്ചത്. എങ്കിലും ഈ വേദിയിൽ ഞാൻ പാടുന്നു. പാടുമ്പോൾ തെറ്റുകളുണ്ടാവും, സാധനം ക്ഷമിക്കണം. അത് ശരിക്കും നിങ്ങൾക്കെല്ലാം പാടറിയാം. എങ്കിൽ ഞാൻ പാടുമ്പോൾ അല്പം തെറ്റുണ്ടാവും, സാധനം ക്ഷമിക്കണം. മാടമ്പി എന്ന സിനിമയിൽ അമ്മ മലക്കാർ എന്ന ഗാനമാണ് ഞാൻ ആലോചിക്കുന്നത്. ചികിത്സിക്കാവുന്നപോലെ 20 ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ പിരിവായിരുന്നു എനിക്ക് വേണ്ടി. അതുപോലെ എൻ്റെ ഇടവ പള്ളിയായ മുതലോളം പള്ളിയിലും എല്ലായിടത്തും പിരിവുണ്ടായിരുന്നു. ദേശീയമായതുകൊണ്ട് ഇവിടെ നിൽക്കൽ എനിക്ക് സാധിക്കുന്നല്ലോ. ഒക്കെ ഈ പാട്ട് ഞാൻ പാടുന്നു. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. മഴക്കാരനു കണ്ണിരന്നു കണ്ണിവീൽ പാടത്തു കനലിരുന്നു കൂടി ഞാൻ പിടഞ്ഞു മുളമായ്ക്കുമേ കൽപ്പാടുകൾ കാരനു കണ്ണിരന്നു കണ്ണീര് നിറഞ്ഞു പാവണങ്ങൾ പടിവാതിൽ ചാരുമുറ മനസ്സിൽ നടവഴിയിൽ രാത്രി നേരമൊരു യാത്ര പോയ നിടനെ വിളി കേൾക്കാം അമ്മേ സ്വയമെറിയാനൊരു അമ്മടക്കാരനു കണ്ണിരന്നു കണ്ണീര് ഞാൻ നനഞ്ഞു പകമറുപ്പാത്തുടുമ്പുമുറു മൊഴിതൻ ചെറുചിമിഴി പാടുമൊരു പാട്ടു പോലെ അതിനറിയ കൊതിയല്ലേ
ആരിന് കണ്ണിരന്ന് ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കണ്ണീരിൽ പാടത്തു കടലിരുന്നു ആ മൺകൂട് ഞാൻ പിടഞ്ഞു. മണവാക്കുമീ കാൽപ്പാടുകൾ തീരെ നടന്നൊരു ജപസന്ധി അമ്മടക്കാരന് കണ്ണിരന്നു ആ കണ്ണീരിൽ നനഞ്ഞു. ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ഇടവെട്ടിയിൽ മാർത്തോമയിലാണ് താമസം. പഴയകാല ഗായകനായിരുന്നു. ഇപ്പോഴും പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ട്. സർക്കാർ സർവീസിലായിരുന്നു, റിട്ടയർഡായി. നമ്മുടെ ബഹുമാനായ ശ്രീ അപ്പച്ചൻ താരാട്ടിൻ്റെ തൊട്ട് അയൽവാസിയാണ്. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം, മഞ്ഞുതുള്ളികൾ തഴുകി ഒഴുകും മധുരഹേമന്തം. പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം. ഗാനമേ നിൻരാഗഭാവം താമരതനുവാ, ഗാനമേ നിൻരാഗഭാവം താമരതനുവാ. ഇതളിട്ടുണരും താളലയങ്ങൾ, ഇതളിട്ടുണരും താളലയങ്ങൾ രതിയോ രാഗനദിയോ നീ സുഖ രംഗസോപാനമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം. ഓമനേ നിന്മന്ദഹാസം പൂനിലാ കുളിരായി, ഓമനേ നിന്മന്ദഹാസം പൂനിലാ കുളിരായി. കുങ്കുമമണിയും ലോലകപോലം, കുങ്കുമമണിയും ലോലകപോലം സന്ധ്യാമലരിതളായി. മധുവോ പ്രേമനിധിയോ നീ സുഖ സ്വർഗവാസന്തമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം. മഞ്ഞുതുള്ളികൾ തഴുകി ഒഴുകും മധുരഹേമന്തം. പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ, ചന്ദനത്തിൽ കടഞ്ഞ
എൻ്റെ പേര് ജിജോ. സത്യൻ ചേട്ടൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. ശരിക്കും അദ്ദേഹം ഇവിടെ ഈ ഗാനം ആലപിക്കുമ്പോൾ ശരിക്കും മനസ്സിൽ ഭയങ്കര വിഷമം തോന്നി. കാരണം ഞങ്ങളൊക്കെ ഗാനമേള സ്റ്റേജിലേക്ക് വരുമ്പോൾ സത്യൻ ചേട്ടനൊക്കെ ഇവിടെ സൂപ്പർ ഹീറോ ആയിട്ട് പാട്ട് പാടി നടക്കുന്ന സമയമാണ്. സർവശക്തൻ അദ്ദേഹത്തിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ഇങ്ങനെയെങ്കിലും ഒരവസരം അദ്ദേഹത്തിന് കൊടുത്തു. കാരണം അറിയാം, അദ്ദേഹം ഒരു മികച്ച ഗായകനായിരുന്നു. കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന എല്ലാ ഗാനമേള സമിതിയിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. മികച്ചൊരു മലയാളം സിംഗറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഒരു കാലഘട്ടത്ത് ഞാനൊക്കെ ആരാധനയോടെ കണ്ടിരുന്ന സമയമാണ്. അദ്ദേഹത്തിന് വേണ്ടി തൊഴിൽ ഹൈനസ് വോയിസിന് ഇപ്പോൾ ഞങ്ങളൊക്കെയാണ് അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ഗാനം ആലപിക്കുവാൻ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കനുസരിച്ച് ഇവിടെ വരുന്നു. അദ്ദേഹം പാടിയ പോലെ, അദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത് പാടിയ പോലെ എങ്കിലും ഞങ്ങൾക്കറിയാവുന്ന പോലെ ഞങ്ങൾ പാടുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും പ്രോത്സാഹനങ്ങളും ഞങ്ങൾക്ക് വേണം. താങ്ക് യു. കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പുത്തനായി മധു തേടിപ്പോയി. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പുത്തനായി മധു തേടിപ്പോയി. നീലേ താഴെ തളിരാമ പൂവനേ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പുത്തനായി മധു തേടിപ്പോയി. കണ്ണിൽ കത്തും ഭാവജാലീലി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. കണ്ണിൽ കത്തും ഭാവജാലീലി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. സ്വർണ്ണത്തേരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്രപ്പൂക്കൾ കൺതീരോളം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂപ്പനായി മധു തേടിപ്പോയി.
സ്വപ്ന കഞ്ചുകം ചാർത്തി ആരും കാണാതെ നിന്നപ്പോൾ സംഗമ സായുജ്യം മോഹം കൊണ്ടു ഞാൻ ദൂരെ മറു തേടിപ്പോയി നീലേ താഴെ തളിരാമ പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരെ മറു
എൻ്റെ പേര് അരുൺ. ഞാൻ നെയ്ശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ സത്യജയുടെ അടുത്തൊരു സുഹൃത്താണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് പാടാൻ ഇവിടെ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതോടൊപ്പം ഈ പ്രോഗ്രാമിൻ്റെ ആദ്യാവസാനം വരെ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം നിറഞ്ഞ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോഗ്രാമിന് ഒരു വിജയമാക്കാൻ സാധിക്കുകയുള്ളൂ. मोहब्बत नैना हमको मिलेगी, दिल जो पसंद हो अज फरमाना, दिल जाना प्रेमी आशिक आवारा पागल मजनू दीवाना. जवानी हवा की रवानी मैं यूं न तड़पा के जा, मैं यूं न तड़पा के जा. बहारों की रानी हसीना दीवानी दिल के से लड़का के जा, दिल के से लड़का के जा. आज फरमाना दिल जाना प्रेमी आशिक आवारा पागल मजनू दीवाना. रैनक रेवाली न देखम तो काली हमें तो न जाना नहीं, हमें तो न जाना नहीं. गुलाबों की प्याली शराबों की प्याली हमें यूं जलाना नहीं, हमें यूं जलाना नहीं. हो जाना जाना करती है क्यों, पिकड़ती है क्यों. दीवन नाड़ी सोता ये पागल मजनू दीवाना. मोहब्बत नैना हमको मिलेगी, देखो पसंद हो अज फरमाना, दिल जाना प्रेमी